കോഴിക്കോട് ഈസ്റ്റ് നടക്കാവിലാണ്. അവിടെ കാർ കത്ത് നശിച്ചു എന്ന വാർത്ത വരുന്നുണ്ട്. മിഥില ബാലൻ ആ സ്പോട്ടിലുണ്ട്. മിഥില, നിർത്തിയിട്ടിരുന്ന കാറാണോ? എന്താണ് സംഭവിച്ചത്? വിശദാംശങ്ങൾ. കാർ പൂർണ്ണമായി കത്തി നശിക്കുകയാണ്. അനുജ, തീർച്ചയായും കാർ പൂർണ്ണമായും കത്തിയിട്ടുണ്ട്. ആ കാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്താണ് സംഭവിച്ചത് എന്ന് ഇവിടെ ഒരു ദൃക്സാക്ഷിയുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. അദ്ദേഹം ഈ കാർ കത്തുന്നതെല്ലാം കണ്ട ആളാണ്. ഇത് എത്ര മണിക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? സംഭവം ഒരു അരമണിക്കൂർ കഴിഞ്ഞു മേഡം. അപ്പോൾ നമ്മൾ വിളിച്ചു പറഞ്ഞു, സ്റ്റാഫ് പറഞ്ഞു ഇങ്ങനെ ഒരു കാറ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യണം, പെട്ടെന്ന് ഓടി വന്നു, ഒരു ബക്കറ്റ് വെള്ളം എടുത്തു. അപ്പോഴത്തേക്ക് പാളി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലൊരു കാറുണ്ടായിരുന്നു, അത് പെട്ടെന്ന് അവർ നീക്കി, അതുകൊണ്ട് ആ കാറ് രക്ഷപ്പെട്ടു. പക്ഷേ ഈ കാറിൻ്റെ ഉടമസ്ഥൻ തന്നെ അവിടുന്ന് മണ്ണ് വാരിയിട്ട് കത്തിക്കാൻ നോക്കണം, അപ്പോഴത്തേക്കിനെ പാളി പോകുന്നുണ്ട്. പിന്നെ വേറെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്തത് ഫയർ സർവീസിൽ വിളിക്കുക ചെയ്ത്. ഫയർ സർവീസിൽ വിളിച്ചാൽ പറഞ്ഞ് വണ്ടി പോന്നിട്ടുണ്ട്. ഫയർ സർവീസ് വരലും പെട്ടെന്ന് തന്നെ അവർ ഫാസ്റ്റ് ആക്ഷൻ ആയിരുന്നു. അപ്പോഴത്തേക്ക് പാളി പോയിട്ടുണ്ട്, കത്തി ആളുണ്ടായിരുന്നു ഇവിടെ നിർത്തിയിട്ടിരുന്നാണോ? ഇല്ല, ഉടമസ്ഥൻ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് എന്തോ സ്പെയർ എന്തോ മേടിക്കാൻ വേണ്ടി വന്നത്. വേറെ കാര്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇല്ല ഇതിനകത്ത്. തീർച്ചയായും അല്പസമയം മുമ്പാണ് അനൂജ ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ഈ കാറിന്റെ ദൃശ്യങ്ങൾ കാണാം. കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ചേവായൂർ സ്വദേശിയുടേതാണ്. ഈ കാറ് നിർത്തിയതിന് ശേഷം സാധനം വാങ്ങാൻ പോയതായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഇത്തരത്തിൽ പുക ഉയർന്നത് കണ്ടത്. നമ്മളിപ്പോൾ സംസാരിച്ചത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു കടയിലെ ജീവനക്കാരനാണ്. അദ്ദേഹം ആദ്യം ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു, പക്ഷേ എന്നിട്ടും തീ അണയ്ക്കാനായില്ല. പിന്നീടാണ് ഫയർഫോഴ്സ് വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കാർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അനൂജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.